ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ കുറച്ചായിട്ട് വിചാരിക്കുന്നു കേട്ടോ, നമ്മുടെ ഗാർഡനിലേക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണമെന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് നേരെ പോയത് മുളൻ്റെ അടുത്തേക്കാണ് കേട്ടോ. മുളൻ്റെ അടുത്തേക്ക് പോയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഒരാളുടെ ഹെൽപ്പില്ലാതെ ഇത് എനിക്ക് ഒറ്റയ്ക്ക് ഒക്കില്ലാന്ന് കേട്ടോ. അവിടെ പോയപ്പോൾ കുറച്ച് കൊതുക് കടിയും ഒരു മുള്ളുകുത്തൊക്കെ കൊണ്ടിട്ട് ഞാൻ നേരെ പോകുന്നത് നമ്മുടെ ഗാർഡനിലേക്കാണ് കേട്ടോ. എന്തായാലും ഗാർഡനൊക്കെ ഒന്ന് വൃത്തിയാക്കണം. എന്നാലേ നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. കുറേ ആയിട്ടുണ്ട് ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മൾ ഇന്ന് ആ ഒരു ദിവസമായിട്ട് കരുതിയിട്ട് ഗാർഡൻ വൃത്തിയാക്കാം കേട്ടോ. ഇവിടെ വൃത്തിയാക്കാൻ നല്ല പാടുണ്ടായിരുന്നു. കാരണം മഴ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി നോക്കിയിട്ടാണ് ചെയ്തത്. ഈ ഒരു റയോ പ്ലാന്റിനകത്താണ് നമുക്ക് കഴിഞ്ഞ തവണ പാമ്പിനെ കണ്ടത് കേട്ടോ. അത് പാമ്പിനെ കണ്ടത് ഞാൻ നേരെ മാവിൻ്റെ താഴെ കൊണ്ടത് വെച്ചതാണ്. നന്നായിട്ട് ബുഷായി വന്നതുകൊണ്ട്. അപ്പോൾ ഇത് ഈ ഒരു പിങ്ക് പ്ലാന്റ് ഉണ്ടല്ലോ, ഇതിലൊരു പിങ്ക് ഫ്ലവർ വരും. വയലറ്റ് ഇല്ലയാണ് കേട്ടോ. അതെന്ത് ചെടിയാണെന്ന് എനിക്കറിയില്ല. അറിയുന്നവരാരെങ്കിലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് കണ്ടില്ലേ ഗൈസ്, നമ്മൾ ചെടിയൊക്കെ മാറ്റിയപ്പോൾ അവിടെ ഒരു പഴുതാര ഉണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ കുറേ സാധനങ്ങളൊക്കെ ഈ ഒരു മഴക്കാലത്ത് ഉണ്ടാവും. അപ്പോൾ എന്തായാലും സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ ചെടികളൊക്കെ എടുത്ത് ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ കുറേ പ്ലാൻ ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ക്ലീനിങ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന കാര്യം എന്താണെന്ന് അറിയോ, സക്സസ് ആവുമോ എന്ന് എനിക്കറിയില്ല. അത് ഈ ഒരു ഭാഗത്ത് മൊത്തം നമ്മുടെ ടർട്ടിൽ വൈൻ ഉണ്ടല്ലോ, അത് കൊടുത്ത് അങ്ങോട്ട് പടർത്തി വിടാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കുറേ ആയിട്ട് ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു, ഒന്നും സക്സസ് ആവില്ല. ഇതെങ്കിലും സക്സസ് ആവുമെന്ന് നോക്കാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ടെറ്റാ, ബൈ ബൈ, സ്റ്റേ ട്യൂൺ, താങ്ക്